ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കൊച്ചിനെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തിയേക്കുവാണ്. മഴയൊന്ന് തോർന്ന് നിൽക്കുവാണ് കേട്ടോ. മഴയാണെങ്കിൽ ഇന്നിപ്പോൾ എന്തായാലും വിടുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും നനഞ്ഞ് കുട ഉണ്ടെങ്കിലും നനഞ്ഞ് കുതിർന്നായിരിക്കും ചെല്ലുന്നത്. ഭാഗ്യത്തിന് ഇറങ്ങുന്ന സമയമായപ്പോഴും മഴയൊന്ന് തോർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ഇതേ കണ്ടില്ലേ, ഒരു കൊട്ട പാത്രം അങ്ങനെ വെച്ചേക്കാണ്. രാവിലെ കാപ്പി കുടിച്ച പാത്രങ്ങളൊക്കെ അതുപോലെ തന്നെ, ചായ ഇട്ടതും അതുപോലെ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുള്ള പാത്രങ്ങളും എല്ലാം അതുപോലെ കിടക്കുകയാണ് കേട്ടോ. വന്നിട്ട് നേരെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു. നമ്മുടെ വിറകെല്ലാം ഞാനിങ്ങനെ ഓരോ സൈഡിലും ഇങ്ങനെ പറക്കി വെച്ച് കൊടുത്തു. പിന്നെ മേളിലും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. മേളിലിങ്ങനെ ചെറിയ കയറ് പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് താഴെ വീഴത്തില്ല. അങ്ങ് മണ്ടയിൽ തന്നെ ഇരുന്ന് ആ ഒരു പുകയൊക്കെ കൊണ്ടിട്ട് ഒന്നും കൂടി ഒന്ന് വാടി കിട്ടും കേട്ടോ. ചെറിയൊരു ഈർപ്പമുണ്ട് വെള്ളത്തിൻ്റെ. അങ്ങനെ രാവിലത്തെ അരി അടുപ്പിടക്കമൊക്കെ കഴിഞ്ഞു. രാവിലെ തലേന്ന് അരച്ച് വെച്ചിട്ടുള്ള മാവ് ഇന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, രാവിലെയും ദോശ ഉണ്ടാക്കി. അപ്പോൾ തികഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു 5-6 ദോശയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു, ചീനി, അതൊന്ന് വെട്ടിയിട്ട് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. പുഴുങ്ങി കുറച്ച് ചമ്മന്തി അരച്ചിട്ട് കഴിച്ചു കേട്ടോ. മുളക് ഉടയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ മുളകൊന്നുമില്ല, കാന്താരി മുളകുമില്ല. ഇപ്രാവശ്യം നമ്മുടെ കാന്താരി ഒന്നും അയ്യത്തൊന്നും ഉണ്ടായിട്ടുമില്ല കേട്ടോ. ഉള്ള തൈയൊക്കെ അങ്ങ് പുഴുതുമൊക്കെ പോയിട്ടുണ്ട്. പന്നിയൊക്കെ കയറിയിട്ട് എല്ലാം ചരിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ പന്നിശല്യം ഭയങ്കര കൂടുതലാണ് കേട്ടോ. നമുക്ക് കപ്പയോ അങ്ങനെയൊന്നും നടാനൊന്നും പറ്റത്തില്ല. പന്നി എന്ന് പറയുന്നത് മുള്ളം പന്നിയല്ല കേട്ടോ. മുന്നേ മുള്ളം പന്നിയുടെ ശല്യമായിരുന്നു. ഇപ്പോൾ നല്ല അസൽ കാട്ടുപന്നിയുണ്ട്. കണ്ണിന് ഇതുവരെയും കാണാൻ പറ്റിയിട്ടില്ല സാധനത്തിനെ, ഉണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നു കേട്ടോ. അതുമല്ല, ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് പന്നി കയറി വന്നാലും കാണത്തില്ല കേട്ടോ. പന്നി ഭയങ്കര അപകടകാരിയാണ്. ഓരോരുത്തരുടെ കാലിലൊക്കെ കുത്തിയിട്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കാം. ഭയങ്കര അപകടകാരിയാണ് സാധനം. അപ്പോൾ ഇതേ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. മീൻ നെത്തോലിയായിരുന്നു, മീൻകറി രാവിലെ ആക്കി. ആ കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചമ്മന്തി വെച്ചിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. പാപ്പാക്ക് ദോശയും പാത്തൂന് ദോശയും തക്കാളിക്കറിയും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിനിപ്പോൾ എക്സാമാണ്, ശനിയും ഞായറും പള്ളിയിൽ എക്സാമാണ് കേട്ടോ. കുറച്ച് പിള്ളേരെ എഴുതിപ്പിക്കുന്നുണ്ട്, കുറച്ച് പിള്ളേർ അക്ഷരം പഠിക്കുന്ന കൊച്ചുങ്ങളെയൊക്കെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് എനിക്ക് വലിയ അടുക്കള പണികളൊന്നുമില്ല. ഇന്ന് കുറച്ച് തക്കാളിച്ചോറുണ്ടാക്കണം എന്നാണ് ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു മുട്ട വെച്ചിട്ടുള്ള മന്തി ഉണ്ടല്ലോ, പക്ഷേ അത് വേണമെങ്കിൽ നമുക്ക് മാഗി ക്യൂബൊക്കെ വേണം. അപ്പോൾ അതില്ല. ഞാൻ വിചാരിച്ചു ഒന്ന് തക്കാളിച്ചോറാക്കാം എന്ന്. ചോറ് വെച്ചിട്ടുണ്ട്, രാവിലെ നമ്മൾ ചോറ് വെച്ചു. കുറച്ച് തക്കാളിച്ചോറ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ദേ അടുക്കള സ്ലാവിൻ്റെ പിറകൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, പാചകങ്ങളൊന്നുമില്ല, തക്കാളിച്ചോറ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ വെച്ച ചോറിൽ നിന്ന് കുറച്ചെടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി അരി കുറച്ചിരിപ്പുണ്ട്, അതെടുത്ത് വെച്ചിട്ട് ചെയ്യാം. ആദ്യം ഞാൻ കൊച്ചിനെ വിളിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ ഇപ്പം പണികളെല്ലാം ഇനി നടക്കുന്നത് കേട്ടോ. ചോറ് വെക്കുന്നത്, അതായത് നമ്മൾ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി വയ്ക്കുന്നത് കൊച്ചിനെ വിളിച്ചിട്ട് വന്നിട്ട്. അപ്പോഴത്തേക്കും നല്ലൊരു മഴ അങ്ങോട്ട് പെയ്യാണ്. മഴയൊന്ന് തോർന്നിട്ട് ഇറങ്ങി പോകുന്നുള്ളൂ. അങ്ങനെ കൊച്ചിനെയും പള്ളിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഒരു മഴയും കണ്ട് ആസ്വദിച്ചൊരു കട്ടനും ഇട്ട് അങ്ങോട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പാണ് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട്, നല്ല തണുപ്പ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വന്നപ്പോഴത്തേക്കും കുറച്ച് ബിരിയാണിയുടെ അരി ഇരിപ്പുണ്ടായിരുന്നു, പെരുന്നാളിന് വാങ്ങിയിട്ടുള്ള ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പോണി അരി എടുത്തിട്ട് ഞാനൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ വന്ന് പാൻ അടുപ്പിൽ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആ സവോളയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മാറിക്കോളും. അപ്പോൾ ഒരു പോണി അരിക്കുള്ളതേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുറച്ചെടുത്തിട്ടുള്ളത്. ഒരു സവോള എടുത്തിട്ടില്ല, പകുതി സവോള എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കൊച്ചിനിപ്പം അത്യാവശ്യം നമുക്ക് ഒരു 3 പേർക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അത്രയേ ഉള്ളൂ. ഒരു 3-4 പേർക്ക് ഇച്ചിരി കഴിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനാണെങ്കിൽ ഒരു വലിയ തക്കാളി ആട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പേരുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളിപ്പോൾ 1 കിലോ അരിയുടെ കണക്ക് എനിക്കറിയാൻ വയ്യ, പക്ഷേ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അരി എടുക്കുന്നതിനനുസരിച്ച് തക്കാളി എടുക്കണം. തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നതാണ് ബെസ്റ്റ്. പക്ഷേ എനിക്ക് എന്താ പറ്റിയെന്ന്, നമുക്ക് ഇവിടെ ടച്ച് വെട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറണ്ട് രാവിലെ പോയതാണ്. അപ്പോൾ മിക്സിയിൽ അരയ്ക്കുന്ന അരപ്പൊന്നും നടക്കത്തൊന്നുമില്ല.
അതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിൽ നിന്നും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ തക്കാളിയല്ലേ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് തക്കാളിയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് വെന്തൊന്ന് വഴറ്റി നല്ല ഒരു ഉടഞ്ഞ പരുവാകുന്ന സമയത്ത് വേണം അതിലേക്ക് മസാലകൾ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ചില ആളുകൾ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. ഞാൻ മല്ലിപ്പൊടി ചേർക്കാത്തത് ആ മല്ലിയുടെ ഒരു ടേസ്റ്റ് ഇതിന് വരുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ്. മല്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. എനിക്കിഷ്ടമല്ല മല്ലിപ്പൊടിയുടെ ടേസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം. കുറച്ച് ഇപ്പം ഞാൻ ചേർത്ത പൊടികളെന്ന് പറയുന്നത് ലേശം മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടാനായിട്ട് പാടില്ല. ഒരു ചെറിയൊരു കളർ കൊടുക്കാൻ വേണ്ടി മാത്രമേ ഇടാവൂ. ഇല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം പോലെ ആ മഞ്ഞളിൻ്റെ ഒരു കുത്തലുണ്ടാവും കേട്ടോ. പിന്നെ മുളക് പൊടി, ലേശം കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് കായപ്പൊടിയാണ്. കായപ്പൊടി സാധാരണ ആൾക്കാർ തക്കാളി ചോറിന് കണ്ടിട്ടില്ല ഞാൻ. പക്ഷേ തക്കാളി ചോറിൽ കുറച്ച് കായപ്പൊടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് കായപ്പൊടി ചേർത്ത് ഉണ്ടാക്കി നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ അരി ചോറ് ഇച്ചിരി ഒന്ന് വായിൽ വെച്ചപ്പോഴത്തേക്കും അതിൽ ശകലം ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ ലേശം ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചോറ് ഇതിലേക്ക് മസാലയിലേക്ക് തട്ടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എന്നും ഉപയോഗിക്കുന്ന ആഫ്രിക്കൻ മല്ലി ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് കുനുകുനാ ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിച്ചപ്പുണ്ടല്ലോ, അതാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഏതായാലും മല്ലിയില ഒഴിവാക്കരുത്, ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെയെന്ന് പറയുന്നതേ, നമ്മൾ ഇതിന് കളർ ഇച്ചിരി കുറവായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? പിന്നെ നമ്മൾ മിക്സിയിലൊന്ന് അരച്ചൊഴിച്ചാൽ നല്ല കളർ കിട്ടിയേനെ. അപ്പോൾ ഇത് അധികം പഴുക്കാത്ത, അതായത് പുറമേ തൊലിക്കൊരു കളറുണ്ടെങ്കിലും ഞാൻ മുറിച്ച് നോക്കിയപ്പം വലിയ അങ്ങനെ പഴുത്തിരിക്കുന്നതല്ല കേട്ടോ. അതാണ് ചെറിയൊരു കളർ വ്യത്യാസം പോലെ തോന്നുന്നത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ മാഗി ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്. അല്ലെങ്കിൽ ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. അത് എൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ മാഗി ക്യൂബും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഒരു മാഗി ക്യൂബ് ആയാലും മതി. പക്ഷെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സാധാരണ നമ്മൾ ഇങ്ങനെയൊന്നും ഇടാറെ ചുമ്മാതെയല്ലേ തക്കാളി ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് പുറത്ത് ഇതുപോലെ ഒരു ക്യൂബ് മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുത്താൽ സംഭവം കിടുവാണ്. പിന്നെ ഞാനൊരു മുട്ടയും കൂടെ അങ്ങോട്ട് പൊരിച്ചു കേട്ടോ. ഉള്ളിയൊന്നും ഇടാതെ വെറുതെ ഇങ്ങനെ ഉപ്പിട്ട് കലക്കി പൊരിച്ചിട്ടുള്ളൊരു മുട്ടയാണ്. ചിലപ്പോൾ ആ കൊച്ചിന് ഉള്ളി ഇട്ട് കൊടുത്താൽ കഴിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ നെത്തോലിയായിരുന്നു മീനെന്ന് ഞാൻ പറഞ്ഞില്ല, കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി എടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഉച്ചയൂണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.